السماوات والأرض فانفضوا لا تنفضون إلا بسلطان فبأي آلاء ربكما تكذبان അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂതവിഭാഗത്തെയും മനുഷ്യ വിഭാഗത്തെയും വെല്ലുവിളിക്കുകയാണ് ഈ ആയത്തിലൂടെ. ഈ ആയത്ത് ഇന്ന് യുക്തിവാദികൾ പല നിലയിൽ ഇസ്ലാമിനെ കുതിര കയറാൻ ഉപയോഗിക്കുന്ന ഒരായത്താണ്. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കുന്നത് നല്ലതാണ്. ആയത്തിന്റെ നേരർത്ഥം യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി, ഓ ജിന്ന് വിഭാഗമേ മനുഷ്യ വിഭാഗമേ, ഇനിസ്തതഅതും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ പരിധി ഭേദിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫൻഫുദൂ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. പക്ഷേ ലാ തൻഫുദൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, പുറത്തു പോകാൻ കഴിയില്ല. ഇല്ലാ ബിസുൽത്താൻ, സുൽത്താനെ കൊണ്ടല്ല. എന്നാ വലിയ ശക്തി അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടല്ലാതെ നിങ്ങൾക്ക് അതിന് കഴിയില്ല. ചന്ദ്രനിലെ മനുഷ്യൻ കാലുകുത്തിയിട്ടുള്ളൂ. സത്യത്തിൽ ഈ ആയത്ത് ആഖിറവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് ആയത്തിന്റെ അപ്പുറം ഇപ്പുറം നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പുറത്ത് പറയുന്നതും പരലോകാണ്, ഇപ്പുറത്ത് പറയുന്നതും പരലോകാണ്. സെൻട്രലിൽ മാത്രം ദുനിയാവ് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇതിന്റെ മർമ്മം ആഖിറത്തെ കാണുക. അള്ളാന്റെ ഉമ്മെന്ന് ഒരു സ്ഥലത്തേക്കും ഒരു പരിധി വിട്ടിട്ട് ഒരു മനുഷ്യന് ജിന്നിന് പോകാൻ കഴിയില്ല എന്നാണ് അള്ളാഹു സ്ഥാപിക്കുന്നത്. ഔട്ട് ഉണ്ടാവില്ല. അതിന് പറ്റുമെന്ന് പരിശോധിക്കാൻ പറ്റുന്ന അഹങ്കാരികൾക്ക് മരണശേഷമല്ലേ പറ്റുള്ളൂ, ഇപ്പൊ അല്ലല്ലോ. പക്ഷെ ഇതെടുത്തിട്ട് ഇപ്പൊ ചിലവര് പറയുന്നുണ്ട് ആകാശത്തിന്റെ പരിധി വിട്ട് പോകാൻ കഴിയില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ചന്ദ്രനില് കാലുത്തിയില്ല എന്ന് വെക്കും. ചന്ദ്രൻ എവിടെയാണ്? ചന്ദ്രൻ ആകാശത്താണോ ചന്ദ്രൻ? ഭൂമിയിൽ നിന്ന് 3,84,000 കിലോമീറ്റർ പോയ എത്തുന്ന സ്ഥലമാണ് ഈ ചന്ദ്രൻ. 3,84,000 കിലോമീറ്റർ. എന്റെ ഓർമ്മ അങ്ങനെ കേട്ടോ, അങ്ങനെ തന്നെയല്ലേ? എന്റെ ഓർമ്മ അങ്ങനെയാണ്. ഇനി 1 കിലോമീറ്റർ ആണെന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഇനി പ്രകടനം നടത്താൻ നിൽക്കണ്ട, കാരണം അത് സാഹിബോ കാര്യമൊന്നുമല്ല. അവിടെയൊക്കെ എന്തന്നല്ലേ? നിങ്ങള് അളന്നുകളാ? അപ്പൊ അങ്ങനെയാണ്. 3,84,000 കിലോമീറ്റർ ചെന്നെത്തുന്ന ഒരു ഗോളത്തില് പോയ മനുഷ്യൻ പറയാണ് ഇപ്പൊ എന്റെന്ന് സൂര്യൻ കിടക്കണ 15 കോടി കിലോമീറ്റർ ആണ്, അവിടെ എത്തിയില്ല. ഇനി അവിടെ എത്തിയാലും 1-ാം ആകാശത്ത് എത്തൂല്ല. ഇതൊക്കെ ഉള്ളത് വലക്കത് സയ്യന്ന സമാ ദുന്യ, ഖുർആൻ പറഞ്ഞ ആകാശത്തിന്റെ ചോട്ടാണ്. ആകാശം എന്നുള്ള സംഗതി ഇല്ലേ, നിങ്ങളാണ്ട് ഇല്ല എന്ന് പറഞ്ഞ പോരല്ലോ. നമ്മള് കുറച്ച് ആൾക്കാർ നമ്മളെ ഗവേഷണത്തിൽ പെടാതെ ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാലോ. അപ്പൊ അള്ളാഹു പറയുന്ന സ്ഥലത്ത് ഇനി ഭൗതികമായി നോക്കുകയാണെങ്കിൽ എത്തില്ല. ആരെ എത്തണ? പിന്നെ ഭൂമിക്കടിയിലെ മനുഷ്യൻ പോയിട്ടുണ്ടോ? പേടിക്കണം കേട്ടോ. എന്റെ ഇവിടെ അല്ല മൈക്കുള്ളത് ഇവിടെ അല്ലോ. അപകടം കൊണ്ട് തട്ടണേ, എവിടെ തട്ടണ്ടേ? അങ്ങനെ ഞാൻ ദൂരം ഓടണ്ടേ? ഏതായാലും മരിക്കുന്ന ഉറപ്പല്ല. അപ്പൊ അങ്ങനെ ആയിരിക്കണേ നല്ലതല്ലേ. ഞാൻ ഓടണേ, നിങ്ങൾ ഓടിക്കോളി, അല്ലെങ്കിൽ അനങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ഇടി വെട്ടുമ്പോ എവിടുക്കായി ഓടുന്നു? ഇടിയും മിന്നു വരുമ്പോ എവിടുക്കപ്പോ നമ്മളെ ഓടുന്നു? എനിക്കെപ്പോഴും ഓർമ്മ ഉണ്ട്, ഞാൻ കൊലായിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മയും ബാപ്പിയുണ്ട് കൊലായിട്ട്. അപ്പൊ ഭയങ്കര പൊട്ടല്. അപ്പൊ ഉമ്മ ഉണ്ട്, പഠിച്ചോനെ എന്റെ കുട്ടിയെ കണ്ടിട്ട് ഉള്ളിൽ ഓടണം. അപ്പൊ വാപ്പാറുണ്ട്, എന്റെ മാണൂർക്ക് കെട്ടിച്ച മോളുണ്ടല്ലോ, അങ്ങോട്ട് ഓടിക്കൂടുക. കാരണം അവിടെ ഒരു കുട്ടി വേറെ ഉണ്ടല്ലോ. അല്ല, ഇവിടുന്ന് അപ്പുറത്തേക്കുള്ള കുട്ടീനെ എടുത്ത് കഴിഞ്ഞ് ഓടിയിട്ടെന്താ വേറെ കുട്ടീനെ അങ്ങോട്ട് കെട്ടിച്ചിരുന്നല്ല, കെട്ടിച്ചോടത്ത് ഓടിക്കൂടുക. അപ്പൊ ഈ ഓട്ടത്തിനൊന്നും വലിയ കാര്യമില്ല എന്ന് അതിനർത്ഥമല്ല. അപ്പൊ അന്ന് മുതൽ എന്റെ കൽപ്പൊക്കെ കയറിയതാണ്, ഇടി കെട്ടുമ്പോ ഓടേണ്ട ആവശ്യമില്ല. അപ്പൊ കിതാബ് കണ്ടോന്നല്ല, വാപ്പൻ്റെ അടുത്ത് കിട്ടിയതാണ്. അങ്ങനെ കുറച്ച് പഠിക്കാതെ പകർന്നു കിട്ടുന്ന ചിലതുണ്ട്, അത് മനസ്സിന്ന് പോകില്ല, പഠിച്ച ചിലപ്പം. അപ്പൊ ഏതായാലാവട്ടെ, ഞാൻ പറഞ്ഞ മാണൂർ കോടിക്കൂടെ എന്താ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മ? ചന്ദ്രനിലാണ്.
സത്യത്തിൽ 3,84,000 കിലോമീറ്റർ യാത്ര ചെയ്തൊരു ഗോളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇല്ല എന്ന് പറഞ്ഞ ന്യൂനപക്ഷം ഉണ്ട് കേട്ടോ, നീ എത്തിയെന്ന് സമ്മതിച്ചാൽ അതൊക്കെ ഈ ആയത്തിന് എങ്ങനെ വെല്ലുവിളിയാവാനാണെന്ന് എന്തായി പറയണേ? ഭൂമിക്കടിയൊക്കെ മനുഷ്യൻ വയ്ക്കണം. ഞാൻ പഠിച്ച എൻ്റെ എളിവ് അറിവനുസരിച്ചുകൊണ്ട് ഭൂമിക്കടിയിൽ മനുഷ്യൻ ഇന്നുവരെ എത്തിയത് 20 കിലോമീറ്റർ അടിക്ക് എത്തിയില്ല. ഈ 20 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിന്റെ പ്രതലത്തിനാണ് ഈ പറയാ. തൊലി കഴിഞ്ഞിട്ടില്ല, ഉള്ളിന്റെ തൊലി പൊളിച്ചിട്ടില്ല, എന്നിട്ടാണ് അകത്ത് കിടക്കാൻ. എന്നിട്ടാ പറഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു, ആരോട് എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഈ പള്ളി മൊത്തം അടച്ചു വിട്ടുക, എന്നിട്ട് ചാവിയൊക്കെ ഞാൻ മടിയിൽ വെക്കുക, എന്നിട്ട് പറഞ്ഞു പുറത്ത് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നീച്ചിട്ട് കാലൊന്ന് വരുത്തി കണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു വെക്കുക, പുറത്തു വയ്ക്കണോ? ഈ കാർപ്പറ്റിൽ നിന്ന് കാല് വരുത്തിയാൽ പുറത്തു പോലെ അതുപോലെ ഇപ്പൊ നടന്നിട്ടുള്ളൂ. നടന്നിട്ടുണ്ടെങ്കിൽ നടന്നേ അതുപോലെ ഉള്ളൂ. ഒരു 4 ലക്ഷം കിലോമീറ്ററിന് ഇപ്പുറത്തെ മനുഷ്യൻ എത്തണേ എത്തിയിട്ടുള്ളൂ. എത്ര പോണം ഒന്നാനാകാശത്ത് ഉണ്ടെങ്കിൽ? എന്നിട്ട് ഈ ആയത്തിന് വെല്ലുവിളിയാന്നൊക്കെ പറഞ്ഞാൽ ഇത്ര വില കുറഞ്ഞ പരിഹാസം, അതിന് ഭൗതിക വിദ്യാഭ്യാസം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ പറയുമ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ കുറച്ച് ലിബറലിസം കയറിയ ആളുകളും. എന്തൊരു അത്ഭുതമാണ്! എന്നാ ഖുർആൻ ഈ പറഞ്ഞത് ഭൗതികമായി ബന്ധപ്പെട്ടിട്ടല്ല. അതിന്റെ അപ്പുറത്ത് കുല്ലുമൻ അലിയാഫാൻ എന്ന് പറഞ്ഞു, അത് മരണാണ്. എന്നിട്ട് ഇപ്പുറത്ത് പറഞ്ഞ സനഫറൂലക്കും അയ്യോ സക്കലാണ്, അത് ഇസാബാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഒന്ന് പുറത്തു പോയിക്കാണി. അപ്പൊ അത് ഈ ഭൗതികവുമായി ബന്ധപ്പെട്ടിട്ടേ അല്ല. ഞാനെന്ന് സങ്കല്പിച്ചാൽ ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കാൻ ഇന്നൊരു മനുഷ്യനോട്ട് കഴിഞ്ഞിട്ടില്ല. വെറുതെ പറയണേ. അതിലേറെ ഈ ആയത്തിന് വേറൊരു സൗന്ദര്യം എന്താണെന്ന് നിങ്ങള്, ഇതേപോലെ ഒരു വെല്ലുവിളി സൂറത്തുൽ ഇസ്രായിലുണ്ട്. ഒന്ന് ഒന്നിന്റെ സൗണ്ടിന് കൊല്ലയില് ലൈനത്തുമൽ ജിന്നു വല്ലി الإنس والجن ولا يأتوا بمثل هذا القرآن كل إن اجتمعت الإنس والجن ألا يأتوا بمثل هذا القرآن لا يأتون له. ഇൻസുവൽ ജിന്നു എന്ന് അവിടെ പറഞ്ഞു. കാരണം അവിടെ എന്താന്ന് വെച്ചാല് ഇതേ വെല്ലുവിളിയാണ്. മനുഷ്യന്മാരും ജിന്നുകളും ഈ ഖുർആനിനോട് സമാനമായ ഒന്ന് കൊണ്ടുവരീൻ, ലായത്തും കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള പറഞ്ഞു. അവിടെ മനുഷ്യന്മാരെ മുന്തിച്ചു. ആകാശഭൂമികളുടെ പരിധി വിട്ടിട്ട് പുറത്തു പോകാൻ കഴിയെങ്കിൽ നിങ്ങൾ പുറത്തു പോയി എന്ന് പറഞ്ഞപ്പോ ജിന്നുകളെ മുന്തിച്ചു. കാരണം എന്താ? ആകാശഭൂമികളുടെ പരിധി വിട്ടിട്ട് പുറത്തു പോകാൻ കഴിയുകയാണെങ്കിൽ കഴിയേണ്ടത് ജിന്നുകൾക്കാണ്, മനുഷ്യനല്ല. കാരണം ജിന്നുകൾക്ക് പറക്കാൻ കഴിയും. ഫ്ലൈറ്റ് പോകുന്നതിനേക്കാൾ സ്പീഡിൽ ഫ്ലൈറ്റ് പോകുന്നതിന്റെ, റോക്കറ്റ് പോകുന്നതിന്റെ അപ്പുറത്ത് പോകാൻ കഴിയുന്ന സൃഷ്ടികളാണ് ആര്? ജിന്നുകള്. മനുഷ്യനതിന് കഴിയില്ല, സാധാരണ ഇതിൽ കഴിയില്ല. കറാമത്ത് മനുഷ്യത്തോണ്ടൊക്കെ കഴിയാം, സാധാരണ ഇതിൽ കഴിയില്ല. സാധാരണ ലോകത്തേക്കുള്ള വെല്ലുവിളിയാ, കറാമത്തിനുള്ളതല്ല. അപ്പൊ അല്ലാഹു തആല അങ്ങനെ വെല്ലുവിളി സമയത്ത് ഇനി സാധിക്കുകയാണെങ്കിൽ പറ്റുന്നൊരു വിഭാഗത്തെ ആദ്യം കൊണ്ടുപോകും. യാ മാഷറൽ ഇൻസി വൽ ജിന്നി എന്നല്ല, യാ മാഷറൽ ജിന്നി വൽ ഇൻസി. കാരണം അങ്ങനെ പറ്റുകയാണെങ്കിൽ ആർക്കേ കഴിയുള്ളൂ? ജിന്നുകൾക്ക് കഴിയുള്ളൂ. അവരാദ്യം മുന്നിൽ കിട്ട്, പിറകിൽ മനുഷ്യനെ കൊണ്ടുപോകും. അതൊക്കെ രണ്ട് വിഭാഗത്തിനും എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സഹായം സ്വീകരിച്ചിട്ട് മനുഷ്യന് വേണമെങ്കിൽ പോവാം. അങ്ങനെയാണെങ്കിൽ ജിന്നുകൾ മാത്രം പോവാണെങ്കിൽ പോയി നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഇതിന്റെ പരിധി വിട്ട് നിങ്ങൾക്ക് പുറത്തും കഴിയില്ല. ഇല്ലാ ബി സുൽത്താൻ. അവിടെ ആധുനിക പണ്ഡിതന്മാരിൽ നിന്ന് ചില ആളുകൾ വിശദീകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സംഗതി നല്ല രസമുണ്ട്, പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ. അവര് പറഞ്ഞ എങ്ങനെയാണ്? സലത്താന്ന് പറഞ്ഞാൽ തുളഞ്ഞു കയറി എന്നർത്ഥമുണ്ട്. തുളഞ്ഞു കയറി അവരുടെ ഭാഷ തുളഞ്ഞു കയറി എന്നർത്ഥമുണ്ട്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ തുളഞ്ഞു കയറുന്ന സാധനം, അതിനാണ് റോക്കറ്റ് എന്ന് പറയാം. അപ്പോ നിങ്ങൾക്ക് ഈ ആകാശത്തിന്റെ ഭിത്തിയും ആകാശത്തിന്റെ പരിധി കൊട്ടിട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ റോക്കറ്റ് കൊണ്ടല്ലാതെ പോകാൻ കഴിയില്ല എന്ന് ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആന്റെ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിശദീകരണം, അത് യാതൊരു അംഗീകാരം എനിക്കില്ലേ. വല്ലാഹു അലം ബിസ്സവാബ്. അങ്ങനൊന്നും ഇപ്പോൾ ഖുർആൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അള്ളാന്റെ വെല്ലുവിളി ഇന്ന് വരെ ഒരു റോക്കറ്റുകാരനും പൊളിച്ചിട്ടില്ല. റോക്കറ്റ് ഒന്നും അവിടെ എത്തിയിട്ടില്ല.
അതിന് ആകാശങ്ങൾ 7 ഭേദിച്ചു പോകണം. ആരാ അവിടെ എത്തിയത്? ജിബ്രീൽ അലൈഹി ഇസ്ലാം പോലും മിറാജിന്റെ രാത്രിയിൽ ഒരു പരിധി കഴിഞ്ഞ് പറഞ്ഞ് ലൗ തഖദ്ദംതു ശിബ്റൻ, ഇനി ഒരു ചാണ് ഞാനാണ്ട് വന്ന എന്റെ അഡ്രസ് ഉണ്ടാവില്ല എന്നാ. പിന്നെ അവിടേക്കാ ജിന്നെത്തണ്, അവിടേക്കാ ഇനി വേറെ മലക്കുകൾ എത്തണ്. ആരും എത്തിയിട്ടില്ല, ഒരാളെ എത്തിയിട്ടുണ്ട്, അത് മുഹമ്മദ് മുസ്തഫയാണ്. അതന്നെ ഉപരി ലോകത്ത് താഴേക്ക് പോയിട്ടില്ല. 7 ഭൂമിന്റെ അടിക്ക് റസൂൽ പോയിട്ടൊന്നുമില്ല. 7 ആകാശത്തിന് മേലേക്ക് പോയിട്ടുണ്ട്, 7 ഭൂമിന്റെ അടിക്ക് പോയിട്ടില്ല. പക്ഷെ ഇത് അള്ളാന്റെ റസൂലിനോടും മറ്റ് അമ്പിയാക്കളോടും മുഅ്ജിസത്ത് കറാമത്തിന്റെ അസ്ഹാബിനോടുള്ള വെല്ലുവിളിയല്ല. ഇത് പോവാൻ കഴിയുമെന്നുള്ളത് ആഖിറത്തിൽ എത്തിയിട്ട് മഹ്ശറിന്ന് ഹിസാബിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല എന്ന് അള്ളാഹു സ്ഥാപിക്കാൻ വേണ്ടി സ്വീകരിച്ചൊരു ഭാഷാ ശൈലിയാണ്. അത് ഒരിക്കലും നടക്കൂല. ഇനി അത് ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെയും ഇത്രയും പുരോഗമനം എത്തിയിട്ടും എല്ലാ ടെക്നോളജിയും അത് പ്രകൃതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടും ഇന്ന് വരെ മോഡേൺ സയൻസിന് ഈ വെല്ലുവിളി സ്വീകരിക്കാനൊട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. കൂടി വന്നാൽ ചന്ദ്രനിൽ എത്തിയിട്ടുണ്ടാവും. ഇനി സൂര്യനിൽ എത്തിന്ന് കൂട്ടുക, എത്തിയിട്ടൊന്നുമില്ല കേട്ടോ, അവിടെ എത്തിയ വിവരാണ്ട് എത്തിയൊന്നുമില്ല. എന്നാലും ഈ വെല്ലുവിളി സ്വീകരിക്കലാവില്ല. കാരണം ഇത് സ്വീകരിക്കണമെങ്കിൽ ആകാശത്തിന് പരിധി വിട്ടു പോകണം. അവിടേക്ക് പോകാൻ മനുഷ്യന് കഴിയില്ല. ഇനി ഖുർആനിന്റെ ആയത്ത് നിത്യകന്യകയാണ്. തൊടാൻ ജിന്ന് ഇൻസ് സംയുക്തമായി പരിശ്രമിച്ചാലും അസാധ്യമാണ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും തൻഫുദൂ മിൻ അഖ്ത്വാരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان. പോയിട്ട് കുറെ നേരമല്ലോ. അത് ശരി, അതെന്താ മമ്മൂട്ടിയൊക്കെ നോക്കണം, എന്താ സംഭവം? അല്ല വരും, അതിനിപ്പോ നിങ്ങളെ സംഭവം കൊണ്ടുണ്ട് കറണ്ട് വരുമ്പോ വരുമല്ലോ. ഇത് കറണ്ട് പോയിട്ട് കുറെ കഴിഞ്ഞിട്ടല്ലേ സിഗ്നൽ കിട്ടുന്നത്. എന്താണ് അപ്പൊ നിങ്ങളെന്നാ മഹബൂബ് പറഞ്ഞെന്ന് തുടങ്ങിയത് ഞങ്ങളെ വേക്കം കൂടുതൽ. മഹബൂബ് തൊട്ട് അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടില്ല. തെളിയിച്ച ഇന്ന് നിങ്ങളെ ഫുള്ള് ഭക്ഷണം എന്റെ ചെലവില്ല. ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് കാണുന്നതായിരിക്കുക. ഞാൻ അതിൻ്റെ ശേഷം മഹബൂബിനെ കുറിച്ചൊന്ന് പഠിച്ച് ആ യാതൊരു പാട്ട് ആ പടപ്പം മരിക്കണവരെ പാടിയിട്ടില്ല. ഞങ്ങളത് തമാശ കേട്ടാ. അപ്പൊ നോക്കി സുബ്ഹാനല്ലാഹ്, അത് വലിയ വെല്ലുവിളിയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് വെല്ലുവിളിച്ചാണ് ഇടക്ക്. അയാൾ ആ പാട്ട് പാടി നിങ്ങൾ തെളിയിച്ചാൽ ഇന്നത്തെ നിങ്ങളെ ഫുള്ള് ചെലവിന്റെ വകയാണ്. അതവിടെ ഇരിക്കട്ടെ, അത് ഒരു വെല്ലുവിളി അങ്ങോട്ടും വേണമല്ലോ. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അങ്ങനത്തെ പറഞ്ഞാൽ നിങ്ങളെ വെല്ലുവിളിക്കും ഞാൻ. അപ്പൊ യാ റബ്ബ് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി, ഓ ഭൂതവിഭാഗമേ മനുഷ്യ വിഭാഗമേ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പോയി. സുബ്ഹാനല്ലാഹ്, അല്ലാത്ത വെല്ലുവിളിയാണ്. അതങ്ങനെ നിൽക്കുകയാണ്. നമ്മളെന്തെങ്കിലും വെല്ലുവിളിച്ചാൽ അത് തകർക്കാൻ ആർക്കും കഴിയും. പക്ഷെ അള്ളാന്റെ വെല്ലുവിളി തകർക്കാൻ ഒരു കുട്ടിയും കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ മർമ്മാണെങ്കിൽ ആഖിറവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സംശയമില്ല. ഇനി ഇവരൊക്കെ പറഞ്ഞ് ഉരുട്ടി ബലൂണ് വീർപ്പിച്ച് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയിട്ട് ദുന്യാവായിട്ട് ബന്ധപ്പെട്ടാന്ന് സമ്മതിച്ചാലും ഇന്ന് വരെ വെല്ലുവിളി സ്വീകരിക്കാൻ ഒരാൾക്കൊട്ട് കഴിഞ്ഞിട്ടില്ല. നാളെ കഴിയുമെന്നൊരു വിശ്വാസം നമുക്കൊട്ടില്ല. ഖുർആനാണ്. പക്ഷെ അർത്ഥം വെക്കണ പോലെ അർത്ഥം വെക്കണം. അതാണ് ആയത്തിന് അള്ളാഹ്ക്കൊരു മുറാദ് ഉണ്ടാവും. അന്നൽക്ക് അർത്ഥം വെച്ചാൽ ഒക്കെ ശരിയാണ്. നമ്മളിങ്ങനെ ഇഷ്ടം എടുത്തുകൊണ്ട് പറയുന്ന അർത്ഥം വെച്ച ഒക്കെ തെറ്റുക. അതാണ് യുളില്ലു ബിഹി കതീറൻ വയഹ്ദി ബിഹി കതീറൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറെ ആൾക്കാർ പേക്കെന്ന് പറയാൻ കാരണം ഖുർആൻ വായിച്ചിട്ട് തന്നെയാണ് ആ പേക്കുന്നത്. ജബ്ബാർ മാഷ് ഇസ്ലാം എന്ന് പുറത്തു പോയത് ഖുർആൻ വായിച്ചിട്ടാണ്, വായിക്കാതല്ല വായിച്ചിട്ടാണ്. ആരിഫ് ഹുസൈൻ ഇസ്ലാം എന്ന് പുറത്തു പോയത് ഖുർആൻ വായിച്ചിട്ടാണ്. ലിയാഖത്ത് ഇസ്ലാം എന്ന് പുറത്തു പോയത് ഖുർആൻ വായിച്ചിട്ടാണ്. ജാമിദ ഇസ്ലാം എന്ന് പുറത്തു പോയത് ഖുർആൻ വായിച്ചിട്ടാണ്. പക്ഷെ റബ്ബിന്റെ മുറാദിലെത്തിയില്ല. അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. റബ്ബിന് അതുകൊണ്ടൊരു മുറാദുണ്ട്. അവിടേക്ക് എത്തിയാൽ പുറത്തു പോകില്ല. ഹിദായത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ജീവിച്ച് അങ്ങനെ മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദ്വാരക്കാണ്ടല്ലേ നബീസ എന്നുള്ള ആള് അല്ലേ? ചായക്കോട്ടെ, സെയ്ദിലേജ് ബേജാറായിട്ട് ആദ്യം ചായ മുന്നിൽ കളഞ്ഞ്
ആയിക്കോട്ടെ. വെറുതെ അല്ലാന്ന് അതിന്റെ അർത്ഥം അതാണ്. വെറുതെ ദ്വാരക്കല്ല, ചായം കടി തന്നിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. അള്ളാഹുവേ, ഇരുന്നതും പറഞ്ഞതും പകർന്നതും നുകർന്നതും നാളെ നിന്റെ പൊരുത്തത്തിനുള്ള നിദാനമായി സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ, ഖുർആൻ കൊണ്ട് ഞങ്ങളെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആന്റെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചേരണേ അല്ലാ. അള്ളാഹുവെ, നിന്റെ മുറാദ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ അല്ലാ. മാരിഫത്തിന്റെ പായസം കുടിപ്പിക്കണേ അല്ലാ. മഹബത്തിന്റെ രസം നൽകണേ അല്ലാ. അള്ളാഹുവെ, നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ, ആയുസ് മുഴുവനും നിന്റെ ഖിദ്മത്തിലായി ചെലവഴിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ആറടിയുടെ ആഴിയിൽ ആരുമില്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഉസ്താദന്മാർ, അള്ളാഹുവെ, പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, പ്രത്യേകിച്ച് ചായയും ചീർണിയും തരുന്ന ബഹുമാനരായ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നഫീസ എന്ന സഹോദരി അടക്കമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അവര് നൽകിയ ചീർണിയുടെ സവാബ് ആ മഹദിയുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ മഹദിയുടെ ഖബറടക്കം മേൽ പറയപ്പെട്ടവരും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുമായ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ഖബറിനെ സ്വർഗ്ഗത്തോപ്പായി കൊടുക്കണേ അല്ലാ. നാരകീയ ജ്വാലയുടെ തീച്ചൂട് അശേഷം ഖബറിൽ കൊടുക്കല്ലേ അല്ലാ. അള്ളാഹുവെ, ഇന്നല്ലെങ്കിൽ നാളെ ആരുമില്ലാത്ത ഖബറിലേക്ക് പാവങ്ങളായ ഞങ്ങളെത്തുമ്പോൾ നീ ഞങ്ങൾക്ക് മുത്തഖീങ്ങളുടെ ആതിഥേയത്തെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ സയ്യാത്തും ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ദോഷമില്ലാത്ത ഭാവിയെ നൽകണേ അല്ലാ. നീ പൊരുത്തമുള്ള ഭക്ഷണം, വസ്ത്രം, വായു, ആരോഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. നിനക്ക് ഇസ്സത്തുള്ള ആയുസ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഏറ്റവും സന്തോഷത്തിന്റെ ദിവസം ഞങ്ങളുടെ മൗത്തിന്റെ ദിവസമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഏറ്റവും സ്വാസ്ഥ്യ വിശ്രമം ഖബറിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ, സമയങ്ങളിൽ, ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സമീപനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഖിദ്മത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ദഅവത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് ഖുവ്വത്തും താഖത്തും തുമനീനത്തും സിഹത്തും ഔദാര്യമായി താ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ നീ കുഴക്കല്ലേ അല്ലാ, തളർത്തല്ലേ അല്ലാ, വീഴ്ത്തല്ലേ അല്ലാ, കെടുത്തല്ലേ അല്ലാ, ബലഹീനരാക്കല്ലേ അല്ലാ, അനാരോഗ്യത്തിൽ കെട്ടിയിടല്ലേ അല്ലാ, അസഹ്യ പരീക്ഷണ പരാജയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, സുബഹി നിസ്കാരാനന്തരം നിന്റെ മസ്ജിദിൽ ഖുർആൻ കേട്ട് എണീറ്റ് പോകുന്ന ഞങ്ങൾക്ക് മലക്കുകളുടെ ചിറക് നൽകണേ അല്ലാ. അവരുടെ സപ്പോർട്ട് നൽകണേ അല്ലാ. പ്രൊട്ടക്ഷൻ നൽകണേ അല്ലാ. അവരുടെ മദത് നൽകണേ അല്ലാ. അള്ളാഹുവെ, ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങളുടെ മദത് നൽകണേ അല്ലാ. അള്ളാഹുവെ, കച്ചവടക്കാരുണ്ട്, ബർക്കത്ത് നൽകണേ അല്ലാ. കൂലിപ്പണിക്കാരുണ്ട്, ബർക്കത്ത് നൽകണേ അല്ലാ. ഡ്രൈവർമാരുണ്ട്, സുരക്ഷിതത്വം നൽകണേ അല്ലാ. പ്രവാസികളുണ്ട്, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും തലമുറയും നീ സ്വർഗത്തിന്റെ അസ്ഹാബുൽ യമീനിൽ പെടുത്തണേ അല്ലാ. അസ്ഹാബു ശിമാലിലാക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام وارزقنا ومن يريد منا الحج والعمرة والزيارة المرضية مرارا قبل أن تميتنا برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله.